സ്ട്രക്ചറിന് ക്ലിയർലി ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ സ്ട്രക്ചറിനനുസരിച്ച് വന്നാൽ മാത്രം ട്രേഡ് എടുത്താൽ. ഇനി ഇങ്ങനെ വന്നു, ഇങ്ങനെ ഫോം ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ BPCLൊക്കെ ഒരു കേസ്, ഇങ്ങനെയാണ് കിട്ടുന്നത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യരുത്, അവിടെ അന്ന് BPCL പിന്നെ നമുക്ക് എന്തില്ല, ട്രേഡ് എടുക്കാതിരിക്കാനും പഠിക്കണം. ഇത് നമ്മളൊരു ട്രേഡ് ചെയ്യണ്ടെന്ന് കരുതിയിട്ട് ട്രേഡ് എടുക്കുന്നതും നമ്മളെ സ്വന്തം ഓൺ സെറ്റപ്പിൽ നമ്മൾ എഴുതി തിയററ്റിക്കലി നമ്മൾ ഇതിൻ്റെ മുമ്പ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ ലൈവ് മാർക്കറ്റിലേക്ക് എത്തിയത്. ഏത് മൊമെൻറ്റത്തിന് ഇതാണ് സെറ്റപ്പ്, ഇൻട്രാഡേക്ക് ഡയറക്ഷനിൽ ഇതാണ്, മൊമെൻറ്റത്തിൽ ഇതാണ്. മൊമെൻറ്റത്തിലാണെന്നുണ്ടെങ്കിൽ 2 സ്ട്രക്ചർ ഉണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് ഇതുപോലെ, ഇതുപോലെ ബിഗ് ബോഡി ക്യാൻഡിൽ വരാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നു, അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്യുന്നു, അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്യുന്നു. എവിടെയാണോ ഇത് ഫെയിൽ ആവുന്നത് നമ്മൾ അവിടെ മാർക്ക് ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ ഈ 2 സ്ട്രക്ചറിലേ വരാൻ പാടുള്ളൂ. അതിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ എന്തെടുക്കുന്നുള്ളൂ, ട്രേഡ് എടുക്കുന്നുള്ളൂ.